അഡ്ഹോക് ലേണിംഗിന്റെ ലോ ക്ലാസ്സസിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് BNS IPC ഭാഗങ്ങളിലുള്ള ഒരു 10 ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളുമാണ്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. എൻ്റെ പേര് അശ്വിൻ എ. ഇന്നത്തെ വിഷയം കൂടുതലും അബറ്റ്മെന്റുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളാണ്. അതിലേക്കാണ് നമ്മൾ കടക്കുന്നത്. അബറ്റ്മെന്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഭാഗങ്ങൾ നമുക്കറിയാം. സെക്ഷൻ 45 മുതലാണ് BNSനകത്ത് അബറ്റ്മെന്റിനെ കുറിച്ച് കൃത്യമായിട്ട് പറയുന്നത്. സോ എന്താണ് അബറ്റ്മെന്റ് എന്നും എങ്ങനെയാണ് അതിന്റെ ഇല്ലുസ്ട്രേഷൻസ് ഫോം ചെയ്തിട്ടുള്ളതെന്നും എല്ലാം ഈ ഒരു ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് മനസ്സിലാവും. ഓക്കെ, സോ ആദ്യത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ്. എ ഹു ഈസ് 19 years of age, 19 വയസ്സുള്ള ഒരു ആളാണ് എ, instigates his sister B who is 6 years of age to pick the pocket of a co-passenger. അപ്പോൾ 6 വയസ്സുള്ള ഒരു ബി എന്ന് പറയുന്ന ആളെ കൊണ്ട്, ഒരു സിസ്റ്ററെ കൊണ്ട് 19 വയസ്സുള്ള ഒരാൾ എന്ത് ചെയ്യുന്നു? പിക്ക് പോക്കറ്റ് ചെയ്യാൻ, കോ പാസഞ്ചറുടെ പോക്കറ്റ് അടിക്കാനായിട്ട് എന്ത് ചെയ്യുന്നു? ഇൻസ്റ്റിഗേറ്റ് ചെയ്യുന്നു. എന്താണ് ആ വേർഡ്? ഇൻസ്റ്റിഗേറ്റ് ചെയ്യാണ് കേട്ടോ. ഇൻസ്റ്റിഗേറ്റ് ചെയ്യുന്നു. As soon as B slips the purse of the co-passenger in her school bag, she is caught. അത് എടുത്ത വഴിക്ക് ആളെ എന്ത് ചെയ്യുന്നു? പിടിക്കുന്നു. However, when the purse is opened, പേഴ്സ് ഓപ്പൺ ചെയ്ത സമയത്ത് it is found to be empty. അതിനകത്ത് പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായിരുന്നില്ല, അല്ലേ? ഒരു പൈസ പോലും ഇല്ലാത്ത ഒരു പേഴ്സ് ആയിരുന്നു, പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടായില്ല. ഇൻ ദിസ് കേസ് വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഇതിനകത്ത് എന്താണ് ഉണ്ടായിട്ടുള്ളത്? എ എന്ന് പറയുന്ന ആൾ 19 വയസ്സ്, ബി എന്ന് പറയുന്ന കുട്ടി 6 വയസ്സ്. എ എന്ന് പറയുന്ന ആൾ ബി എന്ന് പറയുന്ന ആളെ കൊണ്ട് എന്ത് ചെയ്യുന്നു? പിക്ക് പോക്കറ്റ് ചെയ്യാൻ പറയുന്നു. അതിന് എന്ത് തന്നെ എടുത്തു കഴിഞ്ഞാലും അതിനകത്ത് വാല്യൂ ഒന്നും ഇല്ല, എടുത്ത സംഭവത്തിനകത്ത് വിലയില്ല, അല്ലെങ്കിൽ അതിനകത്ത് പ്രത്യേകിച്ച് മുതലുകളൊന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് പറയുന്നത്. സോ എന്ത് ഒഫൻസ് ആണ് ഇവിടെ ക്രിയേറ്റ് ചെയ്തത്? ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. എയും ബിയും ഹാവ് കമ്മിറ്റഡ് നോ ഒഫൻസ്, രണ്ടുപേരും ഒഫൻസ് ഒന്നും കമ്മിറ്റ് ചെയ്തിട്ടില്ല. എ ഹാസ് കമ്മിറ്റഡ് നോ ഒഫൻസ് വൈൽ ബി ഹാസ് കമ്മിറ്റഡ് തെഫ്റ്റ്, ഇങ്ങനെ ചെയ്തിട്ടുണ്ടോ? ഓർ എ ഹാസ് കമ്മിറ്റഡ് ആൻ ഒഫൻസ് ആൻഡ് ബി ഹാസ് അബറ്റഡ് ദ സെയിം. എ ആണ് ഒഫൻസ് ചെയ്ത് ബി അതിനെ അബറ്റിയാണ് ചെയ്തത്, അങ്ങനെയാണോ? ബി ഡസ് നോട്ട് കമ്മിറ്റ് ആൻ ഒഫൻസ് ആൻഡ് എ ഈസ് ഗിൽറ്റി ഓഫ് അബറ്റ്മെന്റ്. എന്താണ് ഇതിനകത്ത് ആൻസർ ഉണ്ടാവുക? ഇതിലെ ഓപ്ഷൻ ഡി ആണ്, അല്ലേ? ഓപ്ഷൻ ഡി ആണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. ബി ഡസ് നോട്ട് കമ്മിറ്റ് ആൻ ഒഫൻസ് ആൻഡ് എ ഈസ് ഗിൽറ്റി ഓഫ് അബറ്റ്മെന്റ്. എന്തുകൊണ്ടാണ്? നമുക്കറിയാം ഇൻസ്റ്റിഗേഷൻ എന്ന് പറയുന്ന അബറ്റ്മെന്റ് ആണ്, അല്ലേ? അപ്പോൾ ഒരു ഇൻസ്റ്റിഗേറ്റ് ചെയ്യുക, ഒരാളെ ഒരു ക്രൈം ചെയ്യാനായിട്ട് ഇൻസ്റ്റിഗേറ്റ് ചെയ്യുക, അതിൻ്റെ റിസൾട്ടിൽ നിന്നുകൊണ്ട് നോക്കേണ്ട ആവശ്യമില്ല. അത് കമ്മിറ്റ് ചെയ്തില്ല. ഇൻസ്റ്റിഗേറ്റ് ചെയ്യുന്ന അബറ്റ്മെന്റ് ആണെങ്കിൽ അതിനകത്ത് അത് കമ്മിറ്റ് ചെയ്താലും കമ്മിറ്റ് ചെയ്തില്ലെങ്കിലും ആക്ച്വൽ ഒഫൻസ് ഉണ്ടായാലും ഇല്ലെങ്കിലും ഒക്കെ അത് ഇൻസ്റ്റിഗേറ്റ് ചെയ്യുന്ന ആൾ അബറ്ററാണ്, അബറ്റ്മെന്റിന് ഒഫൻസ് ആണ്, അല്ലേ? മറ്റേ ആളെ സംബന്ധിച്ചിടത്തോളം കുട്ടിയാണ്, 6 വയസ്സായിട്ടുള്ളൂ. 7 വയസ്സിൽ താഴെയുള്ള ഒരു കുട്ടി ചെയ്യുന്നത് തെറ്റല്ല, അല്ലേ? അപ്പോൾ അത് കാരണം ഡോളി ഇൻകപ്പാക്സ് എന്ന് പറയുന്ന ഒരു ജനറൽ എക്സെപ്ഷൻ്റെ അണ്ടറിൽ വരുമെന്നുള്ളത് കൊണ്ട് തന്നെ അതൊരു ബി ചെയ്തത് എന്തല്ല? ഒഫൻസ് അല്ല. അതല്ലാതെ ആ പേഴ്സണകത്ത് വാല്യൂ ഇല്ലാത്തത് കൊണ്ടല്ല. ആ പേഴ്സണകത്ത് പൈസ ഉണ്ടെങ്കിലും പൈസ ഇല്ലെങ്കിലും അത് പ്രായപൂർത്തിയായിട്ടുള്ള ഒരാളാണ് ചെയ്യുന്നതെങ്കിൽ അത് തെറ്റ് തന്നെയാണ്. ഓക്കെ, അത് പിക്ക് പോക്കറ്റിംഗ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ആ ഒരു തെഫ്റ്റ് എന്ന് പറയുന്നതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഉണ്ടായാൽ മാത്രം മതി. അതിനകത്ത് വാല്യൂ എത്ര രൂപ എന്നുള്ളതൊന്നും കണക്കാക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, സോ ബി എന്ന് പറയുന്ന ആൾ ഇവിടെ ഒഫൻസ് ഒന്നും കമ്മിറ്റ് ചെയ്തില്ല, കാരണം ഡോളി ഇൻകപ്പാക്സ് ആയതുകൊണ്ടാണ്. എ എന്ന് പറയുന്ന ആൾ അബറ്റ്മെന്റ് ചെയ്തു. ഇതിന് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ക്ലാസ്സുകൾക്ക്, അത് സിവിൽ ജഡ്ജിൻ്റെയും APPയുടെയും ക്ലാസ്സുകളിലെല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്ത് പോകുന്നുണ്ട് കേട്ടോ. അടുത്ത ക്വസ്റ്റിലേക്ക് കിടക്കാം. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്. അബറ്റ്മെന്റ് ഈസ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് ബൈ. അബറ്റ്മെന്റ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് എന്തെല്ലാം കൂടി ചേരുമ്പോഴാണ്? നമ്മുടെ സെക്ഷൻ 45 പറയുന്നുണ്ട്. ഇൻസ്റ്റിഗേറ്റിംഗ് എ പേഴ്സൺ ടു കമ്മിറ്റ് ആൻ ഒഫൻസ്. അപ്പോൾ ഇൻസ്റ്റിഗേഷൻ. 2, എൻഗേജിങ് ഇൻ എ കോൺസ്പിറസി ടു കമ്മിറ്റ് ഇറ്റ്, കോൺസ്പിറസി. 3, ഇന്റൻഷനലി എയ്ഡിങ് എ പേഴ്സൺ ടു കമ്മിറ്റ് ഇറ്റ്. ഇങ്ങനെ 3 കാര്യങ്ങളാണ് പറയുന്നത്. എന്തൊക്കെയാണ്? ഇൻസ്റ്റിഗേഷൻ, കോൺസ്പിറസി ആൻഡ് ഇന്റൻഷനലി എയ്ഡിങ്. ഇത് 3ഉം ഈ പറയുന്ന അബറ്റ്മെന്റിലേക്ക് നയിക്കുമോ, അതോ ഇതിലേതെങ്കിലും മാത്രമാണോ എന്നുള്ളതാണ് ചോദ്യം. വിച്ച് ഓഫ് ദ സ്റ്റേറ്റ്മെന്റ്സ് ഗിവൺ അബോവ് ആർ കറക്റ്റ്? 1, 2 and 3 ആണോ? 1 and 2 ആണോ? 2 and 3 ആണോ? 1 and 3 ആണോ? ആൻസർ ഈസ് 1, 2 and 3, അല്ലെ? മൂന്നും വരുന്നുണ്ട്, അല്ലെ? അത് സെക്ഷൻ 45 വായിക്കുമ്പോൾ മനസ്സിലാവും. ഇൻസ്റ്റിഗേഷനും ഉണ്ട്, കോൺസ്പിറസിയും ഉണ്ട്, 3 ഇന്റൻഷനലി എയ്ഡിങ്ങും ഉണ്ട്. ഇതെല്ലാം എന്താണ്? അബറ്റ്മെന്റ് തന്നെയാണ്. മൂന്നാമത്തെ ക്വസ്റ്റിനിലേക്ക് കിടക്കാം. എ ലൗഡ്സ് ഔട്ട് ഹിസ് പ്രിമൈസസ് ടു ബി. എന്ത് ചെയ്യുന്നു? എ എന്ന് പറയുന്ന ആൾ അവരുടെ പ്രിമൈസസ് ബിക്ക് റെന്റിന് കൊടുക്കുന്നു. എ പോലീസ് ഓഫീസർ, ബി എന്താണ്? ഒരു പോലീസ് ഓഫീസറാണ്. വിത്ത് ദ നോളജ് ദാറ്റ് ബി വിൽ ടോർച്ചർ സി ദ അക്യൂസ്ഡ് ഇൻ എ കേസ്. അപ്പോൾ എന്താ മനസ്സിലായി? എ എന്ന് പറയുന്ന ആൾ ബിക്ക് ഒരു പ്രിമൈസസ് ലെറ്റ്സ് ഔട്ട് ചെയ്യുന്നു, അതായത് റെന്റിന് കൊടുക്കുന്നു. ആ ബി എന്ന് പറയുന്ന ആൾ ഒരു പോലീസ് ഓഫീസറാണ്. ഇയാൾക്ക് അറിയാം, ഇത് കൊടുക്കുമ്പോൾ തന്നെ, റെന്റിന് കൊടുക്കുമ്പോൾ തന്നെ അറിയാം എന്താ, ഇത് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു കേസിലെ അക്യൂസ്ഡ് ആയിട്ടുള്ള സി എന്ന് പറയുന്ന ആളെ ബി എന്ന് പറയുന്ന പോലീസ് ഓഫീസർ ടോർച്ചർ ചെയ്യാൻ സാധ്യതയുണ്ട് എന്നറിഞ്ഞുകൊണ്ടാണ് ഇത് കൊടുക്കുന്നത്.
ദർ ഇസ് എ നോളജ് അല്ലേ, ആ നോളജോട് കൂട്ടിയിട്ട് എന്ത് ചെയ്യുന്നു, ഇത് കൊടുക്കുന്നു. ബി ടോർച്ചർ സി ഇൻ ദോസ് പ്രിമൈസസ്. അങ്ങനെ ആ പ്രിമൈസസിൽ എന്ത് ചെയ്യുന്നു, ബി എന്ന് പറയുന്ന പോലീസ് ഓഫീസർ ആൻറ്റിസിപ്പേറ്റ് ചെയ്തതുപോലെ തന്നെ സി എന്ന് പറയുന്ന അക്യൂസ്ഡിനെ ടോർച്ചർ ചെയ്യുന്നു. അപ്പോൾ ഇവിടെ എ എന്ത് ഒഫൻസാണ് കമ്മിറ്റ് ചെയ്തത്? എ എന്തെങ്കിലും ഒഫൻസ് ചെയ്തു? എ ഒന്നും ചെയ്തില്ല. നമ്മുടെ രേവതി പറയുന്ന പോലെ ഞാൻ ഇതേ ചെയ്തുള്ളൂ അല്ലേ, ഇത്രയും ഞാൻ ചെയ്തുള്ളൂ എന്ന് പറയുന്നത് പോലെ പ്രത്യേകിച്ച് ഒന്നും ചെയ്തില്ല. ആ ഒരു വീട് വാടകയ്ക്ക് കൊടുത്തു എന്ന് മാത്രമേ ചെയ്തിട്ടുള്ളൂ. പക്ഷേ ആൾക്കറിയാമായിരുന്നു ആ വീട് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ സി എന്ന് പറയുന്ന അക്യൂസ്ഡിനെ അവിടെ വിളിച്ചു കൊണ്ടുവരാനും അവിടെ ടോർച്ചർ ചെയ്യാനുമുള്ള ഒരു സാഹചര്യമാണ് ഒരുക്കി കൊടുക്കുന്നത് എന്ന് അറിഞ്ഞുകൊണ്ടാണ് ഈ പറയുന്ന വീട് കൊടുക്കുന്നത് അല്ലേ. അപ്പം അത് കാരണം കൊണ്ട് അത് എന്തായി മാറി ഗിൽട്ടി ഓഫ് അബറ്റ്മെൻ്റ് ആയി മാറി. കാരണം എന്താ ഇവിടെ ഗിൽട്ടി ഓഫ് അബറ്റ്മെന്റ് കാരണം കുറച്ച് മുമ്പത്തെ ക്വസ്റ്റിനകത്ത് നോക്കൂ, ഇന്റൻഷനലി എയ്ഡിങ് എ പേഴ്സൺ ടു കമ്മിറ്റ് ഇറ്റ് എന്ന് പറയുന്നൊരു കാര്യം ഉണ്ടായിരുന്നു അല്ലേ. ഇന്റൻഷനലി എയ്ഡ് ചെയ്യുന്നതും എന്ത് തന്നെയാണ്, അബറ്റ്മെന്റ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഇവിടെ ഇന്റൻഷനലി എയ്ഡ് ചെയ്യുക ചെയ്തേ അല്ലേ. അപ്പോൾ അത് കാരണം കൊണ്ട് എന്താണ്, ഗിൽട്ടി ഓഫ് അബറ്റ്മെന്റ് ആണ്. നോക്കൂ നാലാമത്തെ ക്വസ്റ്റ്യൻ, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്. 3 സ്റ്റേറ്റ്മെന്റ്സ് പറഞ്ഞിട്ടുണ്ട്. എ വിൽഫുള്ളി ബൈ എ മിസ്റെപ്രസെന്റേഷൻ മിസ്ലെഡ് എ പോലീസ് ഓഫീസർ ടു അറസ്റ്റ് ബി ഇൻസ്റ്റെഡ് ഓഫ് സി. സി എന്ന് പറയുന്ന ആളെ അറസ്റ്റ് ചെയ്യുന്നതിന് പകരം സിക്ക് പകരം ബി എ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു പോലീസ് ഓഫീസറോട് എന്ത് ചെയ്യുന്നു, വിൽഫുള്ളി മിസ്റെപ്രസെന്റ് ചെയ്യുന്നു. നമ്മുടെ അടുത്ത് വന്നിട്ട് പറയാണ് രാമൻകുട്ടി അവിടെ രാമൻകുട്ടീനെ അറസ്റ്റ് ചെയ്യാൻ വന്നതാണെന്ന് പറയുമ്പോൾ വേലായുധനെ കാണിച്ചു കൊടുത്തിട്ട് ഇതാണ് രാമൻകുട്ടി സാർ എന്ന് പറഞ്ഞ് വിൽഫുള്ളി മിസ്റെപ്രസെന്റ് ചെയ്തുകൊണ്ട് പോലീസ് ഓഫീസറെ കൊണ്ട് അറസ്റ്റ് ചെയ്യിപ്പിക്കുന്നു. ഒന്ന്. രണ്ടാമത്തെ, എ ഇൻസ്റ്റിഗേറ്റ്സ് ബി ടു മർഡർ സി, ബി റെഫ്യൂസസ് ടു ഡു സോ. എ എന്ന് പറയുന്ന ആളെ എന്ത് ചെയ്തു, ബിയോട് സി എന്ന് പറയുന്ന ആളെ കൊല്ലണം എന്ന് പറഞ്ഞ് ഇൻസ്റ്റിഗേറ്റ് ചെയ്യുന്നു. പക്ഷേ ബി അത് ചെയ്യുന്നില്ല, കൊന്നില്ല. പക്ഷെ കൊല്ലാനായിട്ട് ആര് പറഞ്ഞു, എ എന്ന് പറയുന്ന ആള് പറഞ്ഞു. പക്ഷെ ബി സിയെ കൊല്ലുന്നില്ല അല്ലേ, റെഫ്യൂസസ് ടു ഡു സോ. ഇതിനടുത്ത് എ ഇൻസ്റ്റിഗേറ്റ് ബി ടു മർഡർ ഡി. എ എന്ന് പറയുന്ന ആള് ബിയോട് ഡിയെ കൊല്ലാനായിട്ട് പറയുന്നു. ആൻഡ് ബി സ്റ്റാപ്സ് ഡി. അങ്ങനെ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ബി എന്ത് ചെയ്യുന്നു, ഡിയെ പോയിട്ട് കുത്തുന്നു. ഡി സർവൈവ്സ് ഫ്രം വൂണ്ട് വിച്ച് ബി, പക്ഷേ ഇയാൾ ഡി മരിക്കുന്നില്ല, ഡി എന്ത് ചെയ്യുന്നു, സർവൈവ് ചെയ്യുന്നു. വിച്ച് ഓഫ് ദ എബോവ് കോൺസ്റ്റിറ്റ്യൂട്ട് ദ ഒഫൻസ് ഓഫ് അബറ്റ്മെന്റ്. ഇതിൽ ഏതൊക്കെയാണ് അബറ്റ്മെന്റ് എന്നുള്ളതാണ് ചോദ്യം. നോക്കൂ, ആദ്യത്തെ അബറ്റ്മെന്റ് ആണ് മിസ്റെപ്രസെന്റേഷനോടെ മിസ്ലെഡ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുന്നു, ഒരു പോലീസ് ഓഫീസറെ കൊണ്ട് മറ്റൊരാളെ അറസ്റ്റ് ചെയ്യിപ്പിക്കുന്നു. അതെന്താണ്, അതൊരു ഇന്റൻഷനലി എയ്ഡ് ചെയ്യുന്നതിന് തുല്യമാണ് അല്ലെ. അപ്പൊ അത് കാരണം കൊണ്ട് അതൊരു അബറ്റ്മെന്റ് ആണ്. രണ്ടാമത് നോക്കൂ, ഒരാളോട് ചെയ്യാൻ പറഞ്ഞു പക്ഷെ ചെയ്തില്ല. പക്ഷെ ഇൻസ്റ്റിഗേറ്റ് ചെയ്യുന്ന സമയത്ത് ആ ആക്ച്വൽ ഒഫൻസ് കമ്മിറ്റ് ചെയ്യണം നിർബന്ധമില്ല. ഇൻസ്റ്റിഗേറ്റ് ചെയ്താൽ തന്നെ അതെന്താണ്, ഒഫൻസ് ആണ്, അബറ്റ്മെന്റ് ആണ്. സോ എയും രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്, അബറ്റ്മെന്റ് തന്നെയാണ്. മൂന്നാമത്തെ നോക്കൂ, എ ഇൻസ്റ്റിഗേറ്റ് ബി ടു മർഡർ ഡി, ബി സ്റ്റാപ്സ് ഡി, ഡി സർവൈവ്സ് ഫ്രം വിത്ത് വൂണ്ട് അല്ലെ. അത് സർവൈവ് ചെയ്തില്ലെങ്കിലും ആക്ച്വലി ഓഫൻസ് കമ്മിറ്റ് ചെയ്താലും കമ്മിറ്റ് ചെയ്തിട്ടില്ലെങ്കിലും ഇൻസ്റ്റിഗേറ്റ് ചെയ്യുമ്പോൾ തന്നെ എന്തായി മാറി, ആ ഒഫൻസ് അബറ്റ്മെന്റ് ആയി മാറി. സോ 1, 2, 3 എന്ത് തന്നെയാണ്, അബറ്റ്മെന്റ് തന്നെയാണ്. ഇതാണ് ആൻസർ വരുന്നത്. ഓക്കെ അല്ലേ? യെസ്. ഇതിന്റെ കൂടുതൽ കാര്യങ്ങൾ അറിയാനായിട്ട് ആ ആക്ടിന്റെ ആ ഒരു സെക്ഷൻസ് കൃത്യമായിട്ട് എടുത്ത് വായിച്ച് നോക്കണം കേട്ടോ. നോക്കൂ അടുത്തത്, എ ഇൻസ്റ്റിഗേറ്റ് ബി ടു ബേൺ സെറ്റ്സ് ഹൗസ്. ബിയോട് എന്ത് ചെയ്യാൻ പറഞ്ഞു, സെറ്റിന്റെ ഹൗസ് കത്തിച്ച് കളയാൻ പറഞ്ഞു. ഇതൊക്കെ ഇല്ലുസ്ട്രേഷനിൽ വരുന്ന, ബേറാക്കിൽ ഇല്ലുസ്ട്രേഷനിൽ അസച്ച് കൊടുത്തിട്ടുള്ള കേട്ടോ. ബി സെറ്റ്സ് ഫയർ ടു ദ ഹൗസ്. അങ്ങനെ ബി എന്ത് ചെയ്യുന്നു, അത് പറഞ്ഞു കേട്ടിട്ട് ആ ഹൗസിന് എന്ത് ചെയ്യുന്നു, തീ വെക്കുന്നു. ആൻഡ് അറ്റ് ദ സെയിം ടൈം കമ്മിറ്റ് തെഫ്റ്റ് ഓഫ് പ്രോപ്പർട്ടി ദെയർ. അതോടൊപ്പം തന്നെ തെഫ്റ്റും ചെയ്യുന്നു. ഇവരോട് എന്ത് ചെയ്യാനാ പറഞ്ഞേ, തീടാനേ പറഞ്ഞുള്ളൂ. ഒന്ന് കയ്യിൽ നിന്ന് എടുത്തിട്ടിട്ട് അവിടെ തെഫ്റ്റും കൂടി ആള് നടത്തുന്നു അല്ലെ. സോ ഇൻ സച്ച് എ കേസ് എ വുഡ് ബി. അപ്പൊ എക്ക് എന്ത് ലയബിലിറ്റി ആണ് ഉണ്ടാവുന്നത്? എ എന്താ ഇൻസ്റ്റിഗേറ്റ് ചെയ്ത് ബിയോട് സെറ്റിന്റെ വീട് കത്തിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലെ. പക്ഷെ വീട് കത്തിക്കുന്നതോടൊപ്പം ബി എന്ത് ചെയ്തു, തെഫ്റ്റും കൂടിയും ചെയ്തു. ശരിയല്ലേ? ഗിൽട്ടി ഓഫ് അബറ്റിംഗ് ദ തെഫ്റ്റ് ഓൺലി ആണോ? എ എന്ന് പറയുന്നത് തെഫ്റ്റിനാണോ അബറ്റ് ചെയ്തേ? അല്ല അല്ലേ. നമുക്ക് ഗിൽട്ടി ഓഫ് അബറ്റിംഗ് ബേണിംഗ് ഓഫ് ദ ഹൗസ് ബട്ട് നോട്ട് ഗിൽട്ടി ഓഫ് അബറ്റിംഗ് ദ തെഫ്റ്റ്. ബേണിംഗ് ഓഫ് ഹൗസിന് മാത്രമാണോ, അബറ്റ്മെന്റ് ഓഫ് ബേണിംഗ് ഓഫ് ഹൗസ് മാത്രമാണോ? അതിന്റെ കോൺസിക്വൻസ് ആയിട്ട് തെഫ്റ്റ് നടന്നതിനകത്ത് അബറ്റ്മെന്റ് വരുന്നുണ്ടോ വരുന്നില്ലയോ? ഇതാണ് ഒരു ഓപ്ഷൻ. അടുത്ത നോക്കൂ, ഗിൽട്ടി ഓഫ് അബറ്റിംഗ് ബേണിംഗ് ഓഫ് ദ ഹൗസ് ആൻഡ് അബറ്റിംഗ് ദ തെഫ്റ്റ്. രണ്ടിനും പണിഷ്മെന്റ്, രണ്ടിനും അബറ്റ്മെന്റ് ആയിട്ട് ഇവിടെ കൺസിഡർ ചെയ്യേണ്ടതുണ്ടോ? ആൻഡ് നോട്ട് ഗിൽട്ടി ഓഫ് എനി ഓഫൻസ് ആസ് ഹി ഹിംസെൽഫ് ഡിഡ് നോട്ട് കമ്മിറ്റ് എനി ആക്ട്. ആള് നേരിട്ട് ഒരു ഒഫൻസ് കമ്മിറ്റ് ചെയ്യാത്തത് കൊണ്ട് ആള് ഒരു ഒഫൻസ് കമ്മിറ്റ് ചെയ്തിട്ടില്ല, ഒരു ഒഫൻസ് കമ്മിറ്റ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ ശരിയാണോ? ഏതാ ശരി? നോക്കൂ, ഇദ്ദേഹം ഇൻസ്റ്റിഗേറ്റ് ചെയ്തത് എന്തിനാണ്? ഹൗസ് കത്തിക്കാൻ വേണ്ടിയിട്ടാണ്, തെഫ്റ്റിനെ പറഞ്ഞിട്ടില്ല. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ ബി ആണ്, ഗിൽട്ടി ഓഫ് അബറ്റിംഗ് ബേണിംഗ് ഓഫ് ദ ഹൗസ് ബട്ട് നോട്ട് ഗിൽട്ടി ഓഫ് അബറ്റിംഗ് ദ തെഫ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഇതേ ഈ ഇല്ലുസ്ട്രേഷൻ അങ്ങനെ തന്നെ നമ്മുടെ ആക്ടിൽ വരുന്നതാണ് കേട്ടോ, ബെയർ ആക്ടിൽ വരുന്നതാണ്. അടുത്ത് നോക്കൂ, ഫോർ ദ പർപ്പസ് ഓഫ് ഒഫൻസ് ഓഫ് അബറ്റ്മെന്റ് ഇറ്റ് ഈസ് നോട്ട് നെസസറി ദാറ്റ് ദ ആക്ട്
അബറ്റഡ് മസ്റ്റ് ബി കമ്മിറ്റഡ്. അപ്പോൾ നോർമലി ഒരു ജനറൽ റൂളാണ് അബറ്റ്മെന്റ് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ഇത് അസേർഷൻ റീസൺ എന്ന് പറയുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റനാണ്. അസേർഷൻ റീസൺ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് ആൻസർ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം അസേർഷൻ മാത്രം വായിക്കാം. അത് ശരിയാണോ തെറ്റാണോ എന്ന് നമ്മൾ ആദ്യം തീരുമാനിക്കാം. അതിനുശേഷം റീസൺ എന്ന് പറയുന്ന ഭാഗം, ഇതിൻ്റെ റീസൺ ആണോ എന്ന് ആലോചിക്കാനൊന്നും നിൽക്കണ്ട, ആ പോയിന്റ് മാത്രം എടുത്ത് വായിക്കാം. ആ പോയിന്റ് മാത്രം നിർത്തി കഴിഞ്ഞാൽ ശരിയാണോ തെറ്റാണോ എന്ന് ചിന്തിക്കാം. ഇനി ഇത് രണ്ടും ശരിയാണെന്ന് തോന്നിയാൽ മാത്രം, ഈ രണ്ടും ശരിയാണെന്ന് തോന്നിയാൽ മാത്രം അതിനിടയിൽ ഒരു ബിക്കോസ് ഇട്ട് കൊടുക്കുക. അതായത് ഫസ്റ്റ് സെന്റൻസ് കഴിഞ്ഞ ഭാഗത്ത് ബിക്കോസ് എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടാമത്തെ സെന്റൻസിനെ വായിക്കാം. അപ്പോൾ കൂടിച്ചേരുന്ന ആ ടോട്ടൽ സെന്റൻസും കറക്റ്റാണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ എന്താണ്, എയും ബിയും അസേർഷനും റീസണും കറക്റ്റാണ്, മാത്രമല്ല ആർ ഈസ് ദ കറക്റ്റ് റീസൺ ഓഫ് എ എന്നുള്ള ആൻസറിലേക്ക് നമുക്ക് എത്താൻ പറ്റും. ഇതാണ് അസേർഷൻ റീസണിങ് ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യേണ്ട മെത്തേഡ്. സോ ഇവിടെ നോക്കുക നമ്മൾ, ഫോർ ദ പർപ്പസ് ഓഫ് ഒഫൻസ് ഓഫ് അബറ്റ്മെന്റ് ഇറ്റ് ഈസ് നോട്ട് നെസസറി ദാറ്റ് ദ ആക്ട് അബറ്റഡ് മസ്റ്റ് ബി കമ്മിറ്റഡ്. ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റിനകത്ത് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അബറ്റ് ചെയ്ത് ആക്ട് കമ്മിറ്റ് ചെയ്യണം നിർബന്ധമുണ്ടോ? ഒരാളെ കൊല്ലാൻ പറഞ്ഞു, അത് കൊല്ലാതെ റിഫ്യൂസ് ചെയ്തു, അപ്പോൾ അത് ഒഫൻസ് ആണോ അല്ലയോ? അത് അബറ്റ്മെന്റ് തന്നെയാണ് അല്ലേ? അപ്പോൾ അത് ആക്ച്വലി കമ്മിറ്റ് ചെയ്യണം നിർബന്ധമൊന്നുമില്ല എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കറക്റ്റാണ്. എ എന്ന് പറയുന്നത് നോട്ട് നെസസറി എന്ന് പറയുന്നത് കറക്റ്റാണ്. അടുത്ത റീസൺ നോക്കാം. അബറ്റ്മെന്റ് ഈസ് ഒഫൻസ് പെർ സെ. അബറ്റ്മെന്റ് ഈസ് ഒഫൻസ് പെർ സെ ആണോ? അത് ഒഫൻസ് ആസച്ച്, ഈ അബറ്റ്മെന്റ് ആസച്ച് ഒരു ഒഫൻസ് ആണോ? ആണ് അല്ലെ? അബറ്റ്മെന്റിന് മാത്രം എന്താണ് ഒഫൻസ് ആയിട്ട്, ഒരു സെപ്പറേറ്റ് ഒഫൻസ് ആയിട്ട് തന്നെയാണ് നമ്മൾ കാണുന്നത്. അപ്പം ഇത് രണ്ടും കറക്റ്റാ. ഇനി ഇതിന് റീസൺ ആണോ എന്ന് നോക്കാൻ അതിൻ്റെ ഇടയിൽ ബിക്കോസ് ഇട്ട് കൊടുക്കുക. എന്താ? ഫോർ ദ പർപ്പസ് ഓഫ് ദ ഒഫൻസ് ഓഫ് അബറ്റ്മെന്റ് ഇറ്റ് ഈസ് നോട്ട് നെസസറി ദാറ്റ് ദ ആക്ട് അബറ്റഡ് മസ്റ്റ് ബി കമ്മിറ്റഡ് ബിക്കോസ് അബറ്റ്മെന്റ് ഈസ് ഒഫൻസ് പെർ സെ. ശരിയാണോ? അതെ. കാരണം എന്താ? അബറ്റ്മെന്റ് മാത്രം മതി അതൊരു ഒഫൻസ് ആവാൻ. അബറ്റ്മെന്റിന് ശേഷം എന്ത് നടന്നു എന്നുള്ളതിനെ കുറിച്ച് ആലോചിക്കേണ്ട ആവശ്യമില്ല അല്ലെ? അപ്പൊ അത് കാരണം കൊണ്ട് തന്നെ അബറ്റ്മെന്റ് ഈസ് എൻ ഒഫൻസ് പെർ സെ ആയതുകൊണ്ട് തന്നെ അത് ആക്ച്വലി ആ ഒഫൻസ് കമ്മിറ്റ് ചെയ്തില്ലെങ്കിലും എന്ത് തന്നെയാണ്? ആ അബറ്റ്മെന്റ് ഒഫൻസ് തന്നെയാണ്. സോ അസേർഷനും കറക്റ്റാണ്, റീസണും കറക്റ്റാണ്. ഈ കൊടുത്തിരിക്കുന്ന റീസൺ ഈ അസേർഷന്റെ കറക്റ്റ് റീസൺ തന്നെയാണ്, കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണ്. So the answer is both A and R are true and R is the correct explanation of A. Clear ആയില്ലേ? Yes. So the answer is option A. ഇനി നോക്കൂ അടുത്തൊരു ക്വസ്റ്റ്യൻ. X committed theft in a government building. ഗവൺമെന്റ് ബിൽഡിംഗിൽ എന്ത് ചെയ്യുന്നു? X ഒരു തെഫ്റ്റ് കമ്മിറ്റ് ചെയ്യുന്നു. Said a chowkidar of the building kept the gate of the building open with the intention of facilitate X safe retreat with the stolen property and thereby facilitated his retreat. അപ്പോൾ എന്താണ്ടായത്? ഇവിടെ എക്സ് എന്ന് പറയുന്ന ആൾ ഒരു ഗവൺമെന്റ് ബിൽഡിങ്ങിലെ ഒരു ഒഫൻസ് കമ്മിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. അവിടെ വർക്ക് ചെയ്യുന്ന സെറ്റ് എന്ന് പറയുന്ന ആൾ എന്ത് ചെയ്യുന്നു? അവിടുത്തെ ഗേറ്റ് ഒക്കെ ഓപ്പൺ ചെയ്തിടുന്നു, ബിൽഡിങ്ങിന്റെ ഗേറ്റ് ഓപ്പൺ ചെയ്തിടുന്നു. എന്തിനു വേണ്ടിയിട്ടാ? ഇവരെ വന്ന് തെഫ്റ്റ് കമ്മിറ്റ് ചെയ്ത്, എക്സ് തെഫ്റ്റ് കമ്മിറ്റ് ചെയ്തതിന് ശേഷം തിരിച്ച് ആ സ്റ്റോളം പ്രോപ്പർട്ടിയുമായിട്ട് തിരിച്ചു പോവാൻ എളുപ്പമാക്കാൻ വേണ്ടി, അത് ഫെസിലിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ആ ഒരു ഗേറ്റ് ഓപ്പൺ ചെയ്ത് ഇടുന്നത് അല്ലെ? അങ്ങനെ ഓപ്പൺ ചെയ്തിട്ടത് കൊണ്ട് എന്ത് ചെയ്യുന്നു? കൃത്യമായിട്ട് തെഫ്റ്റ് നടത്തുകയും റിട്രീറ്റ് ചെയ്തത് തെഫ്റ്റ് കഴിഞ്ഞ് സ്റ്റോളം പ്രോപ്പർട്ടി ആയിട്ട് ഇയാൾ പോവുകയും ചെയ്യുന്നു. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ്? ഇതിൽ ഏതാണ് കറക്റ്റ്? സെഡ് ഈസ് ഗിൽറ്റി ഓഫ് അബറ്റ്മെന്റ് ഓഫ് തെഫ്റ്റ് ബൈ ഇന്റൻഷ്യലി എയ്ഡിങ് ആണോ? ഓർ ഗിൽറ്റി ഓഫ് തെഫ്റ്റ് ബൈ ഇൻസ്റ്റിഗേഷൻ ആണോ? അപ്പോൾ ഇൻസ്റ്റിഗേഷൻ ആണോ? ഇന്റൻഷ്യലി എയ്ഡിങ് ആണോ? നോട്ട് ഗിൽറ്റി ഓഫ് അബറ്റ്മെന്റ് ആണോ? അബറ്റ്മെന്റേ ചെയ്തിട്ടില്ലേ, ജസ്റ്റ് ആ വാതിൽ തുറന്നിട്ടില്ലേ ഉള്ളൂ. ഗിൽറ്റി ഓഫ് തെഫ്റ്റ് ആണോ? തെഫ്റ്റ് അയാൾ കമ്മിറ്റ് ചെയ്തിട്ടുണ്ടോ? നോക്കൂ, ഇവിടെ ഇൻസ്റ്റിഗേറ്റ് ചെയ്യാണോ ചെയ്തത്? അല്ല. അതിന് വേണ്ടിയിട്ട് പ്രേരിപ്പിക്കുകയോ അല്ലെങ്കിൽ അതിന് വേണ്ടി ഒരാളെ കൊണ്ട് നിർബന്ധിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഇയാൾ എന്ത് ചെയ്തുള്ളൂ? ഇന്റൻഷ്യലി എയ്ഡ് ചെയ്തു അല്ലെ? ഇത് വാതിൽ തുറന്നിടുന്നതോടെ ഇന്റൻഷ്യലി എയ്ഡ് ചെയ്യുക ചെയ്തത്. സോ ആൻസർ ഈസ് ഓപ്ഷൻ എ ആണ്, ഗിൽറ്റി ഓഫ് അബറ്റ്മെന്റ് ഓഫ് തെഫ്റ്റ് ബൈ ഇന്റൻഷനലി എയ്ഡിങ്. ഇനി നമുക്ക് എട്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എട്ടാമത്തെ ക്വസ്റ്റ്യനകത്ത് എന്താ പറയുന്നത് നോക്കൂ. എ ഇൻസ്റ്റിഗേറ്റ്സ് ബി ടു ഇൻസ്റ്റിഗേറ്റ് സി ടു മർഡർ സെറ്റ്. മനസ്സിലായോ? ഇത് നേരെ ഇല്ലുസ്ട്രേഷൻ തന്നെയാണ്, BNS-നകത്തുള്ള ഇല്ലുസ്ട്രേഷൻ തന്നെയാണ്. ഇവിടെ എന്താ ഉണ്ടാവുന്നത്? എ ബി എ ഇൻസ്റ്റിഗേറ്റ് ചെയ്യുന്നു. എന്തിനാണ്? സിയോട് പോയി പറ സെറ്റിനെ കൊല്ലാൻ. മനസ്സിലാവുന്നുണ്ടോ? അതായത് എ എന്ന് പറയുന്ന ആള് ബി എ ഇൻസ്റ്റിഗേറ്റ് ചെയ്യുന്നു, ബി എന്ന് പറയുന്ന ആള് സി എ ഇൻസ്റ്റിഗേറ്റ് ചെയ്യുന്നു. എന്തിനാ? സെറ്റിനെ കൊല്ലാൻ വേണ്ടിയിട്ട്. അപ്പൊ ഡയറക്ട്ലി എ എന്ന് പറയുന്ന ഒരാള് സിയോട് നേരിട്ട് ചെന്ന് പറഞ്ഞ് കൊല്ലാൻ പറയല്ല ചെയ്തത്. എ ബി എ ഇൻസ്റ്റിഗേറ്റ് ചെയ്തു, ബി സി എ ഇൻസ്റ്റിഗേറ്റ് ചെയ്തു, സി പോയിട്ട് കൊല്ലാനായിട്ടാണ് പറയുന്നത്. ക്ലിയർ അല്ലേ? ദെൻ ബി അക്കോർഡിംഗ്ലി ഇൻസ്റ്റിഗേറ്റ് സി. അപ്പോൾ എ പറഞ്ഞതുപോലെ ബി എന്ത് ചെയ്തു? പോയിട്ട് സി എ ഇൻസ്റ്റിഗേറ്റ് ചെയ്യുന്നു ടു മർഡർ സെറ്റ് ആൻഡ് ദെർബൈ സി കമ്മിറ്റ്സ് ദ ഒഫൻസ് ഓൺ സച്ച് ഇൻസ്റ്റിഗേഷൻ. ആ ഇൻസ്റ്റിഗേഷന്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യുന്നു? സി പോയിട്ട് സെറ്റിനെ കൊല്ലുന്നു.
ഹൂ ഷോൾ ബി ഗിൽറ്റി ഫോർ കമ്മിറ്റിംഗ് ദ ഒഫൻസ് ഓഫ് മർഡർ. അപ്പോൾ ഇവിടെ ആരാണ് ഈ പറയുന്ന ഒഫൻസിനെ ഗിൽറ്റി ആവുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ആരാണോ നോക്കൂ, എ ആണോ, ബി ആണോ, സി ആണോ, എയും ബിയും ആണോ, ബിയും സിയും ആണോ, എയും ബിയും സിയും ആണോ? ആരാണ്? നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? എയും ബിയും സിയും. കാരണം എന്താ? എയും അബറ്റ് ചെയ്യുന്നു, ബിയും അബറ്റ് ചെയ്യുന്നു, സി പോയിട്ട് ചെയ്യുന്നു അല്ലേ? അപ്പോൾ ഈ അബറ്റ്മെന്റ് പ്രത്യേകിച്ച് മർഡർ പോലുള്ള കേസുകൾക്കകത്ത് അബറ്റ്മെന്റ് ഈസ് ഈക്വൽ ടു കമ്മിറ്റഡ് ആണ് അല്ലെ? കമ്മിറ്റ് ചെയ്യുന്നതിന് തുല്യമാണ്, പണിഷ്മെന്റ് അല്ല അല്ലേ? കമ്മിറ്റ് ചെയ്ത ആൾക്ക് എന്താണോ പണിഷ്മെന്റ് കിട്ടുന്നത് അതേ പണിഷ്മെന്റ് തന്നെയാണ് അബറ്റ്മെന്റിലൂടെ കിട്ടുന്നത്. സോ എയും ബിയും സിയും എന്തുതന്നെയാണ്? ഈക്വലി ലയബിൾ ആണ് എന്നുള്ളതാണ് ഇതിന്റെ ആൻസർ. ഇത് നമ്മുടെ BNSന്റെ ഇല്ലുസ്ട്രേഷൻ തന്നെയാണ് കേട്ടോ. നോക്കൂ, 9th വൺ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് ഓർ ആർ ട്രൂ ഇൻ ദ കണ്ടെക്സ്റ്റ് ഓഫ് അബറ്റ്മെന്റ്? ഈ താഴെ പറയുന്നതിനകത്ത് എന്തൊക്കെയാണ് ഇതിനകത്ത് അബറ്റ്മെന്റുമായി ബന്ധപ്പെട്ട് കറക്റ്റ് ആയിട്ടുള്ളത് എന്നുള്ളതാണ് ചോദ്യം. എ സേസ് ബി, എ ബിയോട് പറയുന്നു ഐ ഇൻറ്റൻഡ് ടു കിൽ സി, ഞാൻ സിയെ കൊല്ലാൻ ആഗ്രഹിക്കുന്നുണ്ട്, എനിക്കൊരു ഇൻറ്റൻഷൻ ഉണ്ട്. ബി സേസ് ഡു ആസ് യു ലൈക്ക്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്തോളാൻ ബി പറയാണ്. എ കിൽ സി, അത് പറഞ്ഞതിന് ശേഷം എ എന്ത് ചെയ്യാണ്? പോയിട്ട് സീനെ കൊല്ലുന്നു. അപ്പോൾ എ സിയോട് പറയാണ്, എ ബിയോട് പറയാണ് ഞാൻ സിയെ കൊല്ലുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം ബി പറഞ്ഞു നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യും. ഓക്കെ, ദെൻ എ പോയിട്ട് സിയെ കൊല്ലുന്നു. അപ്പോൾ ബിക്ക് എന്ത് ഗിൽറ്റിയാണ് വരുന്നത്? ബി അബറ്റ്മെന്റ് ഉണ്ടോ? ബി ഇൻസ്റ്റിഗേറ്റ് ചെയ്തിട്ടുണ്ടോ? ബി അബറ്റ്മെന്റ് ടു മർഡർ ആണോ? നൺ ഓഫ് ദ എബോവ് ആണോ? എന്താണ് ഇവിടെ ബിക്ക് കിട്ടുന്ന പണിഷ്മെന്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബിക്ക് എന്തെങ്കിലും പണിഷ്മെന്റ് കിട്ടുമോ? കാരണം ബി ഒന്നും ചെയ്തിട്ടില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാനാണ് പറഞ്ഞത്. ബി ഒരു കാര്യം എയോട് ചെയ്യാനായിട്ട് പറയുകയോ ചെയ്യരുതെന്ന് പറയുകയോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. സോ നൺ ഓഫ് ദ എബോവ് ഇസ് ദ ആൻസർ. ഓക്കെ അല്ലേ? ദെൻ 10th ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ബി വിത്ത് ദ ഇൻറ്റന്റ് ഓഫ് ടെമ്പററിലി യൂസ് ഡബ്ല്യൂസ് മണി, താൽക്കാലികമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്, പണം ഉപയോഗിക്കാൻ വേണ്ടി, ഡബ്ല്യുവിൻ്റെ പണം ഉപയോഗിക്കാനായിട്ടുള്ള ഇൻറ്റൻഷനോടുകൂടി ആൻഡ് ലേറ്റർ ഓൺ റിട്ടേൺ ഇറ്റ്, പിന്നീട് തിരിച്ചു കൊടുക്കാം എന്നുള്ള ധാരണയോടെ ഇൻസ്ട്രക്ട്സ് സി ഹിസ് 6-year-old സൺ, 6 വയസ്സുള്ള അയാളുടെ കുട്ടിയായിട്ടുള്ള മകനായിട്ടുള്ള സിയോട് പറയുകയാണ് ടു ടേക്ക് അവേ സെറ്റ്സ് പേഴ്സ് കണ്ടെയ്ൻ ₹20,000 വിത്തൗട്ട് ഡബ്ല്യൂസ് കൺസെൻറ്റ്. ഡബ്ല്യുവിൻ്റെ കയ്യിലുള്ള പേഴ്സ്, ആ പേഴ്സിനകത്ത് എത്ര രൂപയുണ്ട്? 20,000 രൂപയുണ്ട്. ആ പേഴ്സ് ഇങ്ങോട്ട് എടുത്തു ആ മോനെ എന്ന് മകനോട് പറയുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? അത് കളവ് എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയല്ല, പിന്നീട് തിരിച്ചു കൊടുക്കാം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി താൽക്കാലികമായിട്ട് ഉപയോഗിച്ച് പിന്നീട് തിരിച്ചു കൊടുക്കാം. പക്ഷേ ഈ ഡബ്ല്യുവിൻ്റെ കൺസെൻ്റ് ഒന്നും വാങ്ങാതെ ആ മൂവബിൾ പ്രോപ്പർട്ടി ആയിട്ടുള്ള പേഴ്സ് വിത്ത് ₹20,000 ഉള്ളത് എന്ത് ചെയ്യുന്നു? മകനെ കൊണ്ട് ഇടിപ്പിക്കാനായിട്ട് പറയുന്നു. സി ക്യാരിഡ് ഔട്ട് ദ ഇൻസ്ട്രക്ഷൻ, സി എന്ത് ചെയ്യുന്നു? അത് പറഞ്ഞതുപോലെ തന്നെ ചെയ്യുന്നു. നല്ല അനുസരണയുള്ള മകൻ. ദ ക്രിമിനൽ ലൈബിലിറ്റി ഇൻ ദിസ് കേസ് ഈസ്, ആർക്ക് എന്ത് ലൈബിലിറ്റിയാണ് ഇതിനകത്ത് വരുന്നത്? ഓപ്ഷൻസ് നോക്കൂ. സി ഈസ് ഗിൽറ്റി ഓഫ് തെഫ്റ്റ് ആൻഡ് ബി ഓഫ് അബറ്റ്മെന്റ് ടു കമ്മിറ്റ് തെഫ്റ്റ്. ആണോ? ബി അബറ്റ്മെന്റ് ടു കമ്മിറ്റ് തെഫ്റ്റ് ഉണ്ടാവാം, പക്ഷേ സി ഈസ് ഗിൽറ്റി ഓഫ് തെഫ്റ്റ് ആണോ? അല്ല. കാരണം എന്താ? സി 6 വയസ്സിൽ താഴെയുള്ള ഒരു കുട്ടി, 6 വയസ്സേ ഉള്ളൂ അല്ലെ? 7 വയസ്സിൽ താഴെയുള്ള കുട്ടി ഡോളി ഇൻകപാക്സ് ആണ് അല്ലേ? സോ ബി ഡസ് നോട്ട് കമ്മിറ്റ് ആൻ ഒഫൻസ് ബട്ട് സി കമ്മിറ്റ്സ് തെഫ്റ്റ്. ആണോ? അതുമല്ല. ബോത്ത് ബി ആൻഡ് സി ആർ നോട്ട് ഗിൽറ്റി ഓഫ് എനി ഒഫൻസ്. അതുമാണോ? അല്ല. ബി ഈസ് ഗിൽറ്റി ഓഫ് അബറ്റ്മെന്റ് ഓഫ് തെഫ്റ്റ് ആൻഡ് സി ഈസ് നോട്ട് ഗിൽറ്റി ഓഫ് എനി ഒഫൻസ്. അപ്പോൾ ഇതിലേതാ കറക്റ്റ് വരുന്നത്? ആ പറയുന്ന ആൾ, ബി എന്ന് പറയുന്ന ആളാണ് എന്ത് ചെയ്യുന്നത്? അബറ്റ്മെന്റ് എന്ന് പറയുന്നതിന് ഗിൽറ്റി ആവുന്നത്, അബറ്റ്മെന്റ് ഓഫ് തെഫ്റ്റ്. പക്ഷേ സി എന്തല്ല? ഇതിനകത്തൊരു ഗിൽറ്റിയും അല്ല, ഒരു ഒഫൻസിനും ഗിൽറ്റി അല്ല അല്ലേ? സോ ബി ഈസ് ഗിൽറ്റി ഓഫ് അബറ്റ്മെന്റ് ഓഫ് തെഫ്റ്റ് ആൻഡ് സി ഈസ് നോട്ട് ഗിൽറ്റി ഓഫ് എനി ഒഫൻസ്. ഇതാണ് ആൻസർ വരുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള നോട്ടുകൾ, പിന്നെ ഇതുകൂടാതെ കുറച്ച് ലോ ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്ത് പഠിക്കാനുള്ള ക്വിസുകൾ പോലെയുള്ള കാര്യങ്ങളെല്ലാം അഡ്ഹോക്ക് ലേണിംഗ് ആപ്പിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ലോ ഡോക്കറ്റ് എന്ന് പറയുന്ന ഒരു കോഴ്സിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾക്കത് വേണമെങ്കിൽ നിങ്ങൾക്ക് സൗജന്യമായിട്ട് അഡ്ഹോക്ക് ലേണിംഗ് ആപ്പിലൂടെ പർച്ചേസ് ചെയ്യാവുന്നതാണ് കേട്ടോ. സോ താങ്ക് യു ഓൾ. താങ്ക് യു.